കാരണം സിനിമയെ ചലച്ചിത്രം എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നതെങ്കിലും നമ്മുടെ കണ്ണിന് മുന്നിലൂടെ കടന്നു പോകുന്നത് ചലിക്കാത്ത ചിത്രങ്ങളുടെ ഒരു പ്രവാഹമാണ്. ഒറ്റപ്പെട്ട രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് വെറും സ്റ്റില്ലുകൾ മാത്രമാണ്. പക്ഷേ ഒരുപാട് ഒരാളുടെ ചലനത്തിൽ തന്നെ വിവിധ സ്റ്റില്ലുകൾ അങ്ങനെ ഒരു 24 ഫ്രെയിംസ് എന്നുള്ള ഒരു സ്പീഡിൽ അത് കടന്നു പോകുമ്പോൾ നമുക്കത് ചലിക്കുന്നതായിട്ട് തോന്നുന്നു. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേക കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് കണ്ണിൻ്റെ അല്ല തലച്ചോറിൻ്റെ അത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്നാണ് അതിന് പറയുന്നത്. അതെന്താണ് അത്? പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നമ്മൾ കണ്ടിട്ട് അത് എടുത്തു മാറ്റിയാലും, ഒരു ചിത്രം നമ്മുടെ കൺമുന്നിൽ വെച്ച് എടുത്തു മാറ്റിയാലും ആ ചിത്രത്തിൻ്റെ ആ പ്രതിച്ഛായ കുറച്ച് നേരം കൂടി നമ്മുടെ തലച്ചോറിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ ഒന്നിനു പറയുക ഒന്നായിട്ട് അങ്ങനെ വരുമ്പോൾ അതൊരു ചലിക്കുന്ന ചിത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഈ ചിത്രീകരണ രീതിയുടെ അടിസ്ഥാന തത്വം. ആ തത്വത്തിലാണ് ഇപ്പോഴും സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് ഞാനൊരു ലോ മീഡിയ എന്നുള്ള രീതിയിൽ മുകളിൽ കുറച്ചുകൂടി വലുതായ രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ അത് കണ്ടാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ചലനങ്ങൾ മുഴുവൻ ഒരു മായക്കാഴ്ചയാണ്. നമ്മൾ കാണുന്ന ഒരു മായക്കാഴ്ചയാണത്. ഇതേ കാര്യം തന്നെ ബുദ്ധൻ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കണ്ണിന് മുന്നിൽ ഒരു ഈർക്കിളി കത്തിച്ചിട്ട് അല്ലെങ്കിൽ തീക്കൊല്ലി വെച്ചിട്ട് ആ തീക്കൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയാൽ ഒരു വലിയ വൃത്തമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയില്ല. തീക്കൊല്ലി പല ഭാഗങ്ങളിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ വലിയ ഒരു തീയിൻ്റെ ഒരു വൃത്തം നമുക്ക് ചുറ്റുമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് കണ്ണിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഒരു മായക്കാഴ്ചയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മായക്കാഴ്ചയാണ് സിനിമ. അതുകൊണ്ടാണ് സിനിമയെ സ്വപ്നങ്ങളുടെ വ്യാപാര ഭൂമി എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. നമസ്കാരം.